ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമം മഹത്വപ്പെടുന്നതിനു വേണ്ടി ദൈവത്തിന് എപ്പോഴും മഹത്വം കൊടുക്കുവാൻ വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദൈവം നമ്മളെ ഉള്ളം കൈയിൽ നടത്തിയതിനു ശേഷം പുതിയൊരു മാസം കൂടി കാണുവാനും ആ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം കർത്താവിനോട് ഒപ്പം ചിലവഴിക്കുവാനും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിന് ദൈവത്തിന് നന്ദി പറയാം. എപ്പോഴും എല്ലായ്പ്പോഴും മഹത്വം ദൈവത്തിന് മാത്രമായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തു പോലും അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ പിതാവിനോടൊപ്പമായിരിക്കുവാനും ആ പിതാവിനോടൊപ്പം പ്രാർത്ഥിക്കുന്നതിനും സമയം ചിലവഴിച്ച്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പായി നമ്മൾക്കൊരു തീരുമാനമെടുക്കാം. അതിരാവിലെ കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ച് ഉണർന്ന് ഞാൻ ദൈവസന്നിധിയിലേക്ക് പോകും. ആ ദൈവത്തോടൊപ്പം പ്രാർത്ഥനാമുഖരിതമായി ഞാൻ എൻ്റെ സമയം ചെലവഴിക്കും. ആ ദൈവം പറയുന്ന വചനങ്ങൾ ഞാൻ ശ്രവിക്കും. ആ ദൈവവചനങ്ങൾ ഞാൻ ഏറ്റെടുക്കും. പഴയതുപോലെ ആയിരിക്കുകയില്ല. പുതിയൊരു ജീവിതം ഞാൻ ദൈവത്തോടൊപ്പം കെട്ടിപ്പടുക്കും. എൻ്റെ മുന്നിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ഞാൻ ആ ദൈവത്തോടൊപ്പമാണ് എൻ്റെ ദിവസങ്ങൾ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നതെങ്കിൽ ആ ദൈവം എല്ലാത്തിനും ഒരു രക്ഷാ കവചമായി എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. കരുണയുള്ള ഒരു ഹൃദയത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചുറ്റും നിൽക്കുന്നവരോട് കരുണാപൂർവം ഈ നോമ്പിൻ്റെ സമയം, അതിനുശേഷവും മരണം വരെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നീ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഒരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കരുണയും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേൽ ഇന്നേ ദിവസം കർത്താവ് ചൊരിയട്ടെ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ചൊരിയട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ കർത്താവ് ഇടപെടട്ടെ. മക്കളുടെ പരീക്ഷയുടെ മേൽ, ജീവിത സാഹചര്യങ്ങളുടെ മേൽ, എന്താണോ ഇന്ന് നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ പറഞ്ഞിരിക്കുന്നു, ആ ആവശ്യങ്ങളുടെ മേൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതിമാരെയും ഈ നോമ്പിന് മുമ്പായിട്ടുള്ള ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പരിപാലനയിൽ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അബ്രാഹത്തോട് ദൈവം പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ കാര്യം ഏറ്റെടുത്ത് അബ്രാഹാം വിശ്വസിച്ചതുപോലെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് ദൈവം മക്കളെ കൊടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ, ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ്, അത് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് ദൈവത്തോട് വിശ്വാസം പ്രഖ്യാപിച്ച് ഈ നോമ്പിൽ അവർക്ക് ഉദരഫലം ലഭിക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ ദാനം അവർ സ്വീകരിക്കുന്നതിന് വേണ്ടി അവരെ തന്നെ ഒരുക്കുവാൻ, രോഗികൾക്ക് പൂർണ്ണ രോഗസൗഖ്യം നേടുവാൻ,
അങ്ങനെ കർത്താവിൻ്റെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ എല്ലാത്തിനും അതിരാവിലെ നമുക്ക് എഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് പോകാം. ആ ദൈവത്തോടൊപ്പം പ്രാർത്ഥിക്കാം. ആ ദൈവവചനം നമ്മൾക്ക് ശ്രവിക്കാം. വിശുദ്ധ ഗ്രന്ഥം നമ്മൾക്ക് കൈകളിൽ ഒരു പടവാളായി എടുക്കാം. ലോകത്തിൻ്റെ മുന്നിൽ കൈനീട്ടുന്നതിന് പകരം ധൈര്യത്തോടെ വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് ആ സർവശക്തനായ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാം. നിൻ്റെ പ്രശ്നങ്ങൾ ഇന്ന് തീരും. നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ കോട്ട കെട്ടി സംരക്ഷിക്കുന്ന ഒരു ദൈവം, ജീവനുള്ള ദൈവം നിനക്കുണ്ട്. ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നിൽക്കാം. ആ ദൈവം നിന്നോട് പറയുന്ന കാര്യം ശ്രവിക്കാം. ആ ദൈവം പറയുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.